കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു ഈസി കട്ട്ലറ്റ് റെസിപ്പി നമുക്ക് ട്രൈ ചെയ്താലോ? ആദ്യം തന്നെ നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഓയിലാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ചോപ്പ് ചെയ്ത സവോള ആഡ് ചെയ്ത് നമുക്ക് അതിലേക്ക് ലേശം ഉപ്പും ആഡ് ചെയ്തുകൊണ്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി അതൊന്ന് വഴന്നു വന്നോട്ടെ. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ചതച്ച് ഇഞ്ചി എന്നിവ ചേർത്ത് അതിനെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് അതിനെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ബോയിൽ ചെയ്ത പൊട്ടാറ്റോസ് ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. വേവിച്ച സോയാബീൻ ക്രഷ് ചെയ്തതാണ് നമ്മൾ നമ്മുടെ മിക്സിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമ്മുടെ കട്ട്ലേറ്റിനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, ഈസി ആയിട്ടുള്ള സോയ കട്ട്ലേറ്റ് റെഡി. ട്രൈ ചെയ്യണേ.